എടാ അതൊന്നും പേടിക്കണ്ട, ഒക്കെ കേസ് കൊടുക്കാന്ന് പറഞ്ഞ പോലെ. ആണിനെ കൊണ്ട് പെണ്ണിന് കുട്ടികളെ കൊണ്ടിരിക്കട്ടെ. ഞാൻ കേട്ടിട്ടില്ല എൻ്റെ കുട്ടി പറയണത്. മമ്മിയെ വാതിൽ ലോക്ക് ചെയ്ത് കിടക്കണേ. എന്താ എൻ്റെ കുട്ടി മനസ്സിൽ എന്തോ ഓർപ്പിച്ചെടുത്ത് കേട്ടപ്പോ എന്നോടൊരു ഭാഗ്യന്റെ മോന് പറയുന്നെ കൊണ്ടാണ് നിനക്ക് അത് പറഞ്ഞില്ല എൻ്റെ മോൻ. ഓൻ്റെ റൂമിലായിട്ട് ബാത്റൂമിൽ പോയിട്ടുണ്ടാവും. ഭാഗ്യകാരൻ എൻ്റെ കുട്ടി ഇതാണ് ചെയ്തത്. ബോട്ടും കണ്ട് തുറന്നപ്പോ ഞാൻ കണ്ട എൻ്റെ കുട്ടി ഇങ്ങനെ കിടക്കുന്നു നിക്കണെന്നാണ്. ഞാൻ എന്താ ഞാൻ നമസ്കാരം. ദീപക് ഇന്ന് മലയാളിയുടെ മനസ്സിലൊരു കണ്ണീര് ഓർമ്മയായി മാറിയിരിക്കുകയാണ്. എന്ത് തെറ്റാണ് താൻ ചെയ്തത് എന്ന് പോലും അറിയാതെ ഒരു തുണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു പാവം യുവാവ്. സാമൂഹ്യ മാധ്യമത്തിലെ 4 ലൈക്കിനും കമന്റിനും വേണ്ടി ഒരു പാവം പിടിച്ച മനുഷ്യന്റെ ജീവിതം പിച്ച് ചീന്തിയ പ്രവൃത്തിയെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. കോഴിക്കോട് ഗോവിന്ദപുരത്ത് ദീപക് എന്ന പേരായ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നവരെ സ്വീകരിക്കാൻ ഇനി അവനില്ല. അവന്റെ അമ്മ കഴിഞ്ഞ 3 ദിവസമായി ഒരു പോള കണ്ണടച്ചിട്ടില്ല. തന്റെ മുത്തിനെ കുറിച്ചോർത്ത് വിലപിക്കാത്തൊരു നിമിഷം പോലുമില്ല. അവിടേക്ക് കടന്നു ചെല്ലുന്ന ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ് ആ അമ്മയുടെ ദൃശ്യങ്ങൾ. 3 മണി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവന്റെ ഈ ഫ്രണ്ട് ഈ ഫോണിൽ ഈ പെണ്ണ് സംസാരിച്ച മുഴുവൻ ഇട്ടുകൊടുത്ത് എൻ്റെ ഫ്രണ്ട്. അപ്പൊ ഫ്രണ്ട് പറഞ്ഞല്ല എൻ്റെ കൊണ്ട് എന്തൊക്കെയോ ആ പെണ്ണ് പറയണേ. അപ്പൊ എടാ അതൊന്നും പേടിക്കണ്ട, ഒക്കെ കേസ് കൊടുക്കാന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇതൊക്കെ വായിച്ചേക്കും കുട്ടി 10:30 മണി എത്തുമ്പോ ഞാൻ മുകളിലേക്ക് വന്നപ്പോ കുട്ടീനോട് പറഞ്ഞു, മമ്മിയെ വാതിൽ അതുവരെ ലോക്ക് ചെയ്യില്ല, വെറുതെ ഇങ്ങനെ ബോൾട്ട് ഇങ്ങനെ ഇടുള്ളൂ. മമ്മിയെ വാതിൽ ലോക്ക് ചെയ്ത് കിടക്കണേ. എന്താ എൻ്റെ കുട്ടി മനസ്സിൽ എന്തോ ഓർപ്പിച്ചെടുത്ത് കേട്ടപ്പോ എൻ്റെ കുട്ടി അത്രയും എളിയ മനസ്സാണ് എൻ്റെ മോന്. ആരെ കൊണ്ടൊരു ഈ വയസ്സ് വരെ ഒരാളെ കൊണ്ട് ഒരു കുറ്റം എൻ്റെ കുട്ടി, ഒരു ആണിനെ കൊണ്ട് പെണ്ണിന് കുട്ടികളെ കൊണ്ടിരിക്കട്ടെ. ഞാൻ കേട്ടിട്ടില്ല എൻ്റെ കുട്ടി പറയണത്. എല്ലാവരോടും ചോദിച്ചാൽ എൻ്റെ മോനെ അറിയണവരെല്ലാരോടും ചോദിച്ചാൽ അറിയാം എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്നോട് പറഞ്ഞു, മമ്മിയെ വാതിൽ ലോക്ക് ചെയ്ത് കിടക്കണം. എൻ്റെ മോനെ കുറുവസംഘോട് കുറുവസംഘം അറിയിക്കണം മമ്മി, അതിനെ കൊണ്ട് മേലുള്ള വാതിൽ അത്ര ഉറപ്പില്ലല്ലോ, മമ്മി ലോക്ക് ചെയ്ത്. ഞാനും സത്യം ചേച്ചി ഞാനും ലോക്ക് ചെയ്ത്, ഞാൻ ഉള്ളിന്ന് ലോക്ക് ചെയ്യാൻ നിന്നോട് പറഞ്ഞു. അങ്ങനെ അവന് അപ്പൊ പപ്പ എവിടെ കിടക്കണ പപ്പനെ പിടിച്ചുകൊണ്ടുപോയി ആ റൂമിൽ കിടത്തി മമ്മീന്റെ കൂടെ കിടന്നോളി, വാതിൽ ലോക്ക് ചെയ്ത് കിടന്നോളി. ഇതായിരിക്കും കറി. എന്നോടൊരു ഭാഗ്യന്റെ മോന് പറയുന്നെ കൊണ്ടാണ് നിനക്ക് അത് പറഞ്ഞില്ല എൻ്റെ മോൻ. എന്നിട്ട് പിന്നെ എത്ര 3 മണി വരെ അവൻ ഇവിടെ മോൻ കണ്ട് 3 മണി വരെ നെറ്റിലുണ്ടായിരുന്നതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 4 മണിക്ക് എനിക്കറിയില്ല എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യണത്. അപ്പൊ ഞാൻ ഇവിടെ 4 മണിക്ക് ദിവസം ഞാൻ അടിച്ച് ഇവിടെ ഞങ്ങള് രണ്ടാളും അടിച്ചു. അപ്പൊ ഓൻ്റെ റൂമിലായിട്ട് ബാത്റൂമിൽ പോയിട്ടുണ്ടാവും. ഭാഗ്യകാരൻ എൻ്റെ കുട്ടി ഇതാണ് ചെയ്തത്. ഇവിടെ വന്നപ്പോ AC ഫുള്ളാക്കിട്ടിക്കണേ. താഴത്തുനിന്ന് ഇങ്ങനെ AC കണ്ടു. അപ്പൊ എന്താ AC അതിന്റെ AC ഇടയില്ലല്ലോ ഇപ്പം. അങ്ങനെ കണ്ടമാനം അത് വേണ്ടാത്തതിന് പൈസ വെക്കും. ഇപ്പൊ തണുപ്പല്ലേ, അതിനെ കൊണ്ട് AC ഇടൂല കുട്ടിപ്പോ. തണുപ്പല്ല മമ്മിയെ, തണുപ്പ് പോട്ടെ. പിന്നെ ഞാൻ പോയത് ഒരു 8:30 മണിക്ക് മോനെ ചിക്കുമ്മ വാതിൽ തുറക്കണില്ല, വാതിൽ തുറക്കമ്മ. പിന്നെ വാതിൽ തുറക്ക എന്തുറക്കാണ്. ഞാൻ വാതിൽ തട്ടി വിളിച്ചപ്പോ ബോട്ടും കണ്ട് തുറന്നപ്പോ ഞാൻ കണ്ട എൻ്റെ കുട്ടി ഇങ്ങനെ കിടക്കില്ല നിക്കണെന്നാണ്. ഞാൻ എന്താ ഞാൻ എൻ്റെ കുട്ടി പിന്നെ ഞാൻ എന്താ ചെയ്യും. അപ്പാടെ ഞാൻ എൻ്റെ കുട്ടീൻ്റെ കൈ എൻ്റെ കുട്ടി തണുത്ത ഐസായി പോയി. അപ്പത്തി പാപ്പ ഓർക്കെ കരഞ്ഞപ്പോൾ ഇവര് ഓടി വന്നു. അതുവരെ എൻ്റെ കുട്ടി തലേന്ന് കാറിൽ പെട്രോൾ അടിച്ചു കൊണ്ട് മമ്മി ഗുരുവായൂർ പോണട്ടോ, ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച രാവിലെ വന്നാൽ മതി. അതറിഞ്ഞിന്റെ കുട്ടി എല്ലാം എൻ്റെ കുട്ടി മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടേയില്ല. ഈ പെണ്ണിന്റെ സംസാരം കേട്ടു ഈ കുട്ടീൻ്റെ കുട്ടി അത്ര എളിയ മനസ്സിന്റെ ഒരു മോനാണ്. അതാണ് എൻ്റെ കുട്ടി. മറ്റിനി എൻ്റെ പപ്പ വിചാരിച്ചു എൻ്റെ കുട്ടി ഒരിക്കലും ചെയ്യൂല. അതപ്പം മറന്നുപോയി എൻ്റെ മോനെ. എൻ്റെ എൻ്റെ മോനറിയാം. നിന്റെ മോനില്ലാതെ മമ്മിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിന്റെ കുട്ടിക്ക് നല്ലോണം അറിയാം. അതറിഞ്ഞു പിന്നെ എങ്ങനെ എൻ്റെ കുട്ടിക്ക് മറന്നുപോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇനി ജീവിതത്തിൽ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ മോൻ്റെ അടുത്തേക്ക് എത്തിയാൽ മതിയെ. അതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, വേറെ ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ മോൻ്റെ അടുത്തേക്ക്, മോൻ എവിടെ നല്ല സ്ഥലത്ത് എൻ്റെ കുട്ടി എത്തുള്ളൂ, എനിക്ക് ഉറപ്പാ. അവിടേക്ക് ഇനി എത്തിയാൽ മതി ഞാൻ, എനിക്ക് വേറെ ഒന്നും വേണ്ട. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ദീപകിന്റെ അമ്മ ചോദിക്കുന്നത് കണ്ണീരടക്കാതെ ആർക്കും കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയില്ല.
ഷിംജിത മുസ്തഫ എന്ന അരീക്കോട്ടുകാരി ചെയ്ത തെറ്റിനെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യായീകരിക്കാനും സാധിക്കുകയില്ല. തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് സൈബർ ഇടത്തിലെ കഴുകന്മാർക്ക് വലിച്ചു കീറാൻ പാകത്തിന് ദീപകിനെ വലിച്ചെറിഞ്ഞു കൊടുത്തപ്പോൾ അവൾ നശിപ്പിച്ചത് കേവലം ദീപകിന്റെ മാത്രം ജീവിതമായിരുന്നില്ല. മറിച്ച് കണ്ട കാലം അത്രയും തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ പൊന്നുപോലെ പോറ്റി വളർത്തി ഈ വയസ്സുകാലത്ത് തങ്ങൾക്കൊരു താങ്ങും തണലുമാകുമെന്നുള്ള ആ അച്ഛന്റെയും അമ്മയുടെയും പ്രതീക്ഷകൾ കൂടിയാണ്. അതിനെന്ത് മറുപടിയാണ് നമുക്ക് പറയാനായി സാധിക്കുക? എന്ത് ചെയ്താലാണ് ദീപകിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക? ദീപകിന്റെ ആത്മാവിനെങ്കിലും നീതി ലഭിക്കണമെങ്കിൽ ദീപകിന്റെ കൊലയാളിയെ, ദീപകിന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് തികച്ചും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഷിംജിത മുസ്തഫ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൃത്യമായ അന്വേഷണം നടക്കണം. ദീപകിന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ളവർ ആര് തന്നെയായാലും അവരെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കണം. കോഴിക്കോട് നിന്ന് നിഖിൽ കടത്ത്, മറുനാടൻ TV.